സമയം രാവിലെ 10:30. പൂവത്തുമുട് LP സ്കൂളിൻ്റെ 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അധ്യാപികയായ ഡോണിയ. ഈ സമയത്ത് ഭർത്താവ് കൊച്ചുമോൻ ഈ സ്കൂളിലേക്ക് എത്തുന്നു. പഠിപ്പിച്ചുകൊണ്ട് നിന്ന ഡോണിയെ പുറത്തേക്ക് വിളിക്കുന്നു. തുടർന്ന് ഓഫീസ് റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തുന്നു. കോട്ടയം മോസ്കോ സ്വദേശികളായ ഡോണിയെയും കൊച്ചുമോനും തമ്മിൽ നേരത്തെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പതിവായിരുന്നു. ഇരുവരും തമ്മിലുള്ള വഴക്ക് രൂക്ഷമായതോടെ ഡോണിയ മണർകാട് പോലീസിൽ പരാതി നൽകി. പോലീസ് കൊച്ചുമോനെതിരെ കേസെടുത്തു. പോലീസ് പലതവണ വിലക്കിയിട്ടും പരപുരുഷ ബന്ധം ആരോപിച്ചുകൊണ്ട് കൊച്ചുമോൻ വീട്ടിൽ വച്ചുള്ള മർദ്ദനം തുടർന്നു. 3 മാസം മുൻപ് ഡോണിയ വീട്ടിൽ നിന്നിറങ്ങി ഏറ്റുമാനൂരിലെ ഒരു വിമൻസ് ഹോസ്റ്റലിൽ താമസം മാറ്റി. ഒടുവിൽ ഇന്ന് രാവിലെ കത്തിയുമായി കൊച്ചുമോൻ സ്കൂളിലേക്ക്. രാവിലെ ഇവിടെ 9:30 വന്നായിരുന്നു. അപ്പോൾ ഡോണിയ ടീച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പോയിട്ട് പിന്നെ ഈ 10:30 കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നതാണ്. വരുന്നത് ഞാൻ കണ്ടില്ല. സ്കൂളിൻ്റെ ഇവിടെ ഈ വരാന്തേ വന്നപ്പോൾ ടീച്ചർ വെളിയിലോട്ട് ഇറങ്ങി പോകുന്നതെന്ന് എന്നോട് ടീച്ചർ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പം വെളിയിലോട്ട് ഇറങ്ങി പോകുന്നതിന് ടീച്ചർ ഓഫീസിൽ കയറി അവിടെ വെച്ചാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് പിന്നെ അന്നേരം ഒച്ചയൊക്കെ കേട്ടുകൊണ്ട് കാറുമല്ലേ. അപ്പോഴത്തേനും ഞങ്ങളുടെ കഞ്ഞി വെക്കാൻ വന്നവരും എല്ലാവരും കൂടെ ഓടി ഇറങ്ങി വന്നു. പുള്ളി അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ സ്കൂട്ടർ അവിടെ വഴിയിലായിരുന്നു തോന്നുന്നു, അതേ കയറി പോയി. എനിക്ക് പിന്നിൽ കാണുന്ന ഓഫീസ് റൂമിന് മുന്നിൽ വച്ചാണ് ഡോണിയ ക്രൂരമായ രീതിയിൽ ആക്രമണത്തിന് ഇരയാകുന്നത്. ഡോണിയയുടെ നിലവിളി കേട്ട് അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ ഓടിക്കൂടുന്നു. ഈ സമയത്ത് പ്രതി തൻ്റെ വാഹനത്തിൽ ഇവിടെ നിന്ന് കടന്നു കളയുന്നു. മുറിവേറ്റ ഡോണിയെ ഉടൻ തന്നെ അധ്യാപകർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഡോണിയുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. പരപുരുഷ ബന്ധത്തിൻ്റെ പേരിലായിരുന്നു ക്രൂരമായ രീതിയിലുള്ള ആക്രമണം. എന്തായാലും രക്ഷപ്പെടാൻ ശ്രമിച്ച കൊച്ചുമോനെ പാമ്പാടിയിൽ നിന്ന് പോലീസ് പിടികൂടി. കോട്ടയത്ത് നിന്ന് ജബൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.